ഇടുക്കിയിലേക്ക് ഒരു യാത്ര നിശ്ചയിക്കുമ്പോൾ തന്നെ സഞ്ചാരികളുടെ മനസ്സിൽ ജീപ്പ് സഫാരിയും ട്രെക്കിങ്ങുമൊക്കെ ഇടം പിടിക്കും. സഹ്യന്റെ അവിസ്മരണീയ കാഴ്ചകൾ ആസ്വദിച്ചുള്ള യാത്ര സഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത മനോഹര നിമിഷങ്ങളാണ് സമ്മാനിക്കുക. ഇത്തരത്തിൽ ആരെയും ആകർഷിക്കുന്ന ഇടുക്കിയിലെ ഒരു ട്രെക്കിംഗ് പോയിന്റാണ് രാമക്കൽമേട് ആമപ്പാറ. വെറുമൊരു ട്രെക്കിംഗ് അനുഭവം മാത്രമല്ല ആമപ്പാറയിലേക്കുള്ള യാത്ര സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. മലമുകളിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വിസ്മയ കാഴ്ചകൾ ആവോളം ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണിത്. കൂറ്റൻ പാറകൾക്കിടയിലൂടെ സാഹസികമായി സഞ്ചാരികൾക്ക് മറുപുറം കടക്കാം. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരു വശം ചരിഞ്ഞും ഇഴഞ്ഞുമൊക്കെ നീങ്ങണമെങ്കിലും ഇവിടെ അപകട സാധ്യതകൾ കുറവാണെന്ന് പറയപ്പെടുന്നു. രാമക്കൽമേട്ടിൽ നിന്ന് ജീപ്പിലാണ് സാധാരണ യാത്രയെങ്കിലും കാറ്റിന്റെ കൂട്ടുപിടിച്ച് മല കയറി വരുന്നവരും നിരവധിയാണ്. മലമുകളിലെത്തിയാൽ തമിഴ്നാടൻ കാർഷിക പെരുമയുടെ കാഴ്ചകളും രാമക്കല്ലും കാറ്റാടിപ്പാടങ്ങളും സോളാർ പാടവുമെല്ലാം ആസ്വദിക്കാം. കൂറ്റൻ ആമയുടെ ഒരു പ്രതിമയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓഫ് റോഡ് ജീപ്പ് സഫാരി എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് രാമക്കൽമേട്ടിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരി ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം നമുക്ക് മടുക്കില്ല എന്നുള്ളതാണ്. അതൊരു വലിയ ലോങ് ഡിസ്റ്റൻസ് അല്ല. എന്നാൽ അതൊന്ന് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ളൊരു അവസരം രാമക്കൽമേട്ടിലുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ എത്തുന്ന സ്പോട്ടാണ് അവിടുത്തെ ആമപ്പാറ എന്ന് പറയുന്നത്. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളൊരു പാറയ്ക്കകത്തുകൂടിയൊക്കെ നടന്ന് ഉരുണ്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ പുറത്ത് വരുമ്പോൾ നമ്മളെന്തോ വലിയൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്ത പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. എന്നാൽ ആ സ്ഥലം വളരെ സേഫുമാണ്. DTPCയുടെ നിയന്ത്രണത്തിലുള്ള DTPC പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമാണ് രാമക്കൽമേട്ടിലെ ആമപ്പാറ എന്ന് പറയുന്നത്. ആമയോട് സാദൃശ്യമുള്ള പാറയായതിനാലാണ് ആമപ്പാറ എന്ന പേര് ഈ മലനിരകൾക്ക് നൽകിയിരിക്കുന്നത്. സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചകൾ വേറെയും ഏറെയുണ്ട്. ETV ഭാരത്, ഇടുക്കി.